എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം കൊള്ളുന്നു. ഈ ലോകസുഖം കള്ളിന ആ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ ദുഃഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗ്ഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം 6-ാം വാക്യം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവകാശം വിഭാഗിച്ചു കൊടുത്ത സന്ദർഭവും അതിൻ്റെ രീതികളും ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ദർശിക്കാം. ദൈവത്തിൻ്റെ രക്ഷ ജനം തിരിച്ചറിഞ്ഞതിൻ്റെ രീതി ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചതിലൂടെയാണ്. അളവുനൂൽ അവകാശം അളക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡമാണ്. ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നവർക്ക് ദൈവിക നന്മകൾ പകരപ്പെട്ടിരിക്കുന്നു. മനോഹര ദേശം എന്നതിന് ആഗ്രഹിക്കത്തക്ക അഥവാ മോഹിക്കത്തക്ക ദേശമെന്നാണ് അർത്ഥം. നല്ലൊരവകാശം എന്നതിന് ദൈവമുള്ളതും ദൈവത്തോടു കൂടിയുള്ളതുമായ ജീവിതം എന്നുമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ കനാനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കൊരുങ്ങാം. ദൈവം കരുതിയിരിക്കുന്ന ഭാവിയെക്കുറിച്ചോ വർത്തമാനകാലം സംബന്ധിച്ചോ ആകുലപ്പെടാതെ അളവുനൂൽ എനിക്ക് ലഭിക്കേണ്ട മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരവകാശം എനിക്കായി ദൈവം കരുതിയിരിക്കുന്നു എന്ന ബോധ്യതയോടെ ഈ ലോകജീവിതം ധന്യതയോടെ നമുക്ക് പൂർത്തീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ അവകാശം പ്രാപിപ്പാൻ എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.